മോഹൻലാൽ ചോദിച്ചു എന്താ അവൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അവനെയും വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വിളിച്ചിരിക്കുന്ന ഗസ്റ്റ് ആർട്ടിസ്റ്റുകളാണ് അവരുടെ സൗകര്യം അനുസരിച്ച് ഇവിടെ ഷൂട്ട് ചെയ്താൽ മതി എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഭക്ഷണം നമുക്ക് കിട്ടിയോ എന്ന് തിരക്കിയിട്ടേ മോഹൻലാൽ കഴിക്കും. ഒരു 30ഓളം വർഷം MG രാധാകൃഷ്ണൻ സാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാനും കച്ചേരിയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി എല്ലാവരും സൽക്കരിക്കാൻ നോക്കും. അവിടെ വെച്ചെല്ലാം ഞാൻ ഗുസ്തി കൂടും. കാരണം ആൾക്കാർ എന്തും കൊടുക്കാനെങ്കിൽ നിൽക്കുകയല്ലോ. അദ്ദേഹത്തെ കാണുന്നത് തന്നെ എന്തൊരു ഐശ്വര്യമാരെന്നറിയോ. അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് ചീത്ത വിളിച്ചു കളയും. കൈതപ്പുറം തന്നെ രാധാകൃഷ്ണൻ ചേട്ടനോട് ചോദിച്ചു, സാറേ ഇന്ന് രാജശേഖരനെ എൻ്റെ കൂടെ വിടുമോ? ഈ 4 പേരിൽ ആരെ വേണേലും നീ വിളിച്ചുകൊണ്ട് പോകും, പക്ഷേ അവനെ ഞാൻ തരത്തില്ല. ദക്ഷിണാമൂർത്തി സ്വാമിക്ക് ആ പ്രത്യേകതയുള്ളത്. പക്ഷേ എന്താണോ നോക്കിയിരിക്കുന്നത് സ്വാമി താളം താളം ഇത്രയൊക്കെ ഉള്ളൂ, നീ വായിച്ചാൽ ഉണ്ടാ മതി. ഈ സംഗതി തന്നെ തൃശ്ശൂലത്തിൻ്റെ ആകൃതിയാണ്. ഫ്രെയിം പച്ചിരിമ്പ അകത്തേത് മാത്രമാണ് ടെമ്പറുള്ള ഉരുക്കാണിത്. ഇത് നമ്മൾ വായിലോട്ട് ഇങ്ങനെ കടിച്ചു കടിക്കുക, ഈ ചുണ്ടങ്ങ് അടുപ്പിക്കും. ഇപ്പം അത് ഉണ്ടാക്കി കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഈ കോവിഡ് വന്ന കാലത്ത് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പലരും മരിച്ചുപോയി. ഇത് ഉണ്ടാക്കുന്നത് ആദ്യം ഈ വില്ല് ഉണ്ടാക്കും. ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വളച്ച് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ പണികൾ ഇവിടെ ആരവം കൊണ്ടൊക്കെ റെഡിയാക്കിയിട്ട് ഈ വില്ല് പിന്നീടാണ് ഉണ്ടാക്കുന്നത്. മുഖർശംഖ് വിദ്വാൻ താമരക്കുടി രാജശേഖരൻ 52 വർഷത്തെ സംഗീത സബരിയ ഇന്നും തുടരുന്നു. സുന്ദരമ്മാൾ മുതൽ പാട്ടുകാരുടെ ഇളം തലമുറയിലെ വിജയേശ്വാസിന് വരെ കച്ചേരിക്ക് പക്കവാദ്യമൊരുക്കാൻ ഈ താമരക്കുടിക്കാരൻ തന്നെ വേണം. കച്ചേരികളിൽ MG രാധാകൃഷ്ണന്റെ സന്തത സഹചാരി. കേരളത്തിനകത്തും പുറത്തും എണ്ണിയാലൊടുങ്ങാത്ത വേദികൾ പങ്കിട്ട ഈ കലാകാരൻ താമരക്കുടി വൈക്കം വീട്ടിൽ K രാഘവൻ പിള്ളയുടെയും L പങ്കജാക്ഷി അമ്മയുടെയും 4ാമത്തെ പുത്രനായാണ് ജനിച്ചത്. താമരക്കുടി ശിവോല്ലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇദ്ദേഹം പഠനത്തോടൊപ്പം 10ാം വയസ്സിൽ തന്നെ പുത്തൂർ രാഘവദാസ് ആശാന്റെയും മണക്കാല ഗോപാലൻ ആശാന്റെയും അടുത്ത് മൃദംഗ പഠനം നടത്തിയിരുന്നു. തുടർന്ന് തിരുവനന്തപുരം സംഗീത കോളേജിൽ ചേർന്നു. അവിടെ നിന്നും തുടങ്ങിയ സംഗീത സബരിയ ഇന്നും തുടരുന്നു. ടീച്ചറായ K ചന്ദ്രമതി അമ്മയാണ് ഭാര്യ. കൊടിയത്തൂർ PTPM ഹൈസ്കൂളിലെ സംഗീത അധ്യാപകനായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. നിലവിൽ താമരക്കുടി 398ാം NSS കരയോഗത്തിന്റെ പ്രസിഡന്റ്, താമരക്കുടി ശിവോല്ലാസം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജർ എന്നീ പദവികൾ അലങ്കരിച്ചു വരുന്നു. കലയുടെ 5 പതിറ്റാണ്ട് പിന്നിട്ട ഈ കലാകാരന്റെ കയ്യൊപ്പ് പതിഞ്ഞ വഴികളിലൂടെ. നമസ്കാരം, ഫോക്കസ് മീഡിയയിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് മുഖർശംഖ് വിദ്വാൻ താമരക്കുടി രാജശേഖരനാണ്. നമസ്കാരം സാർ, ഫോക്കസ് മീഡിയയിലേക്ക് സ്വാഗതം. സാർ, ഈ മുഖർശംഖ് എന്ന് പറയുന്ന വാദ്യോപകരണത്തിൻ്റെ ശരിക്കുള്ള പ്രത്യേകത എന്തൊക്കെയാണ്? പ്രത്യേകതയെന്ന് വെച്ചാൽ ഇത് ആരെയും ആകർഷിക്കുന്ന നാദമാണിത്. തമ്പുരു വേണ്ട. ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ശബ്ദം നിർത്തിയാൽ ഉടനെ MG രാധാകൃഷ്ണൻ തിരിഞ്ഞു നോക്കും, എന്താ വെറുതെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. കാരണം അദ്ദേഹത്തിന് ഈ ശ്രുതിയാണ്, മറ്റേ തമ്പുരുവിൻ്റെ ശ്രുതി വേണ്ട. മുഖർശംഖിൻ്റെ ശ്രുതിയാണ്. അതാണ് ഇതിലെ ഏറ്റവും. എത്ര കാല കോരുവോ, ഒരു 5 കാല കോരുവോ വെച്ചാൽ നമ്മളിതൊന്നും വേണ്ട. നമ്മളൊരു അതിൻ്റെ ആ നട വായിച്ചിട്ട് ഒരു ചെറിയ ടെക്നിക്കൽ കാണിക്കുക, കയ്യടി അവിടെ വീഴും. സാധാരണ ജനത്തിന് ഈ കോരുവ എന്തുവാ, അല്ലെ ഇത്ര കാലം വായിച്ചു ഇതൊന്നും അറിഞ്ഞുകൂടാല്ലോ. അവരുടെ കർണാനന്ദകരമാണ്. അതെ, ഭയങ്കര രസമുള്ള സംഗതി. പ്രത്യേകിച്ച് ഈ തനിയാവർദ്ധനങ്ങളിൽ ഏറ്റവും കൂടുതൽ വായിക്കുമ്പോൾ മുഖർശംഖിൻ്റെ ഒരു സ്വരം എടുത്ത് പറയാനുള്ളതാണ്. സാറേ, ഈ മുഖർശംഖ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ചൊരു തൃശ്ശൂലം ആകൃതിയിലാണ് ഇത് ഇരിക്കുന്നത്. ഇതെങ്ങനെയാണിത്, എങ്ങനെ വെച്ചാണിത് വായിക്കുന്നത് ശരിക്കും? ഈ സംഗതി തന്നെ തൃശ്ശൂലത്തിൻ്റെ ആകൃതിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഫ്രെയിം പച്ചിരിമ്പ അകത്തേത് മാത്രമാണ് ടെമ്പറുള്ള ഉരുക്കാണിത്. ആ ഉരുക്കിൻ്റെ ടെമ്പർ അനുസരിച്ചാണ് ശ്രുതി ചേർക്കുന്നതും ഒക്കെ. ഇത് നമ്മൾ വായിലോട്ട് ഇങ്ങനെ കടിച്ചു കടിക്കുക. ഇതാണ് ഈ ചുണ്ടങ്ങ് അടുപ്പിക്കും. ഇതിലോട്ട് 2 എണ്ണത്തിൻ്റെ മേളും താഴെയായിട്ട് ചുണ്ടങ്ങ് അടുപ്പിക്കുകയാണ്. അടുപ്പിച്ചിട്ട് ഈ വായന ശ്വാസം
അകത്തോട്ടും പുറത്തോട്ടും പിടിക്കുക, അതാ ശീലമാക്കണം. ഒരേപോലെ. പിന്നെ നാക്കിൻ്റെ പ്രയോഗം അകത്തുനിന്ന്, കൈ ഒരേപോലെ അടിച്ചുകൊണ്ടേയിരിക്കണം. ഈ മൂന്നും കൂടെ ഒന്നിച്ച് വരണം. ശ്വാസം വരണം, നാക്ക് വരണം, ഈ കൈവിരൽ വരണം. ഈ 3 കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഇത് വായിക്കാൻ പറ്റുന്നത്. വായിക്കാൻ വെച്ചാൽ സാധാരണ ആണുങ്ങളൊക്കെ പാടുന്ന ഒന്നുകിൽ ബി ആയിരിക്കും. ബി എന്ന് വെച്ചാൽ അരക്കട്ട, അല്ലെ സി ഷാർപ്പ്. ഇതിപ്പോൾ ഒരു കട്ട ശ്രുതിയാണ്. ഇതാണ് ഒരു കട്ടയുടെ കറക്റ്റായിട്ട് ഇത് പിടിച്ചു നോക്കുന്നത്. ആ ശ്രുതി ഇങ്ങനെ കിടക്കും. അതേസമയം ഇത് 2 കട്ട, 2.5 കട്ട, 2, 2.5. ഇത് നമ്മൾ അരക്കട്ടയൊക്കെ കുറയ്ക്കാം. ഇപ്പോൾ 2.5 ഇരിക്കുന്ന 2 കുറയ്ക്കാം, അത് 1.5 കുറയ്ക്കാം. പക്ഷേ മേപ്പോട്ട് കയറ്റാൻ പറ്റത്തില്ല. ഇപ്പോൾ 3 പറ്റത്തില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? ഇത് നാദത്തിനുള്ള വ്യത്യാസം. അതേസമയം ഇത് ടോപ്പിലേക്ക് വരാം. അതേസമയം അത് തന്നെ 5 കട്ട ഇതാ വരുന്നു. ഇത് 5.5 കട്ടയാണ്. മനസ്സിലായോ? അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായില്ലേ? മദ്രാസിലേ ഉള്ളൂ, കേരളത്തിൽ ആരും ഉണ്ടാക്കുന്നില്ല. ഒറ്റ ഒരു മനുഷ്യരും ഇല്ല, ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആറ്റിങ്ങൽ ഒരു കുട്ടപ്പമേശ്വരി ഉണ്ടായിരുന്നു ഉണ്ടാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാലത്തോടു കൂടി തീർന്നതല്ല. ഇത് ഉണ്ടാക്കുന്നത് ആദ്യം ഈ വില്ല് ഉണ്ടാക്കും, ഫ്രെയിം ഉണ്ടാക്കും. ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വളച്ച് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ പണികൾ ഇവിടെ ആരവം കൊണ്ടൊക്കെ റെഡിയാക്കിയിട്ട് ഈ വില്ല് പിന്നീടാണ് ഉണ്ടാക്കുന്നത്. വില്ല് കുറേ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങിട്ടിട്ട് ഓരോന്നായിട്ട് ചേർത്ത് വെക്കും. പക്ഷേ ഇത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വായിക്കുന്ന ആളിന് മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റൂ. ഇത് വായിക്കാൻ അറിയണം. ആദ്യത്തെ ഒരു പ്രത്യേകത ഇത്. അതായത് ഏത് പേരുടെ ഇപ്പോൾ മൃദംഗം ഉണ്ടാക്കുന്നതിന് വായിക്കാൻ അറിഞ്ഞണമെന്നില്ല. മനസ്സിലായോ? ഇത് ചെയ്തതിന് ശേഷം അത് നോക്കണം. ഇത് ഓരോന്നും വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് റെഡിയാക്കിയിട്ട് വല വെച്ച് ഇങ്ങനെ നാദം വരുന്നുണ്ടോ, എവിടെങ്കിലും തട്ടുണ്ടോ, വീണ്ടും എടുക്കുക, വീണ്ടും വയ്ക്കുക, വീണ്ടും ഇങ്ങനെ ഓരോന്നെടുത്തും വെച്ചും ഇങ്ങനെ പോകണം. കാരണം എടുത്ത് വെച്ചിട്ട് അത് റെഡിയായി കഴിയുമ്പോൾ ഇതിൽ അടിച്ചുറപ്പിക്കും. ഇവിടെ അടിച്ചുറപ്പിച്ചിട്ട് പിന്നീട് ഒലയ്ക്കകത്ത് വെച്ചിട്ട് ഇതിനെ പഴുപ്പിച്ചിട്ട് ഇതേ കൂടെ ടെമ്പർ ചെയ്യുക എന്ന് പറയും. ഇതേ കൂടെ ഇങ്ങനെ വെളിച്ചെണ്ണ എടുത്ത് ഇറ്റിച്ചിട്ടാണ് ടെമ്പർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് ചുവപ്പ് കളറിൽ കാർമേഘത്തിൻ്റെ കളർ വരും കേട്ടോ, നീലയും ചുവപ്പുമായിട്ട്. അതാണ് ടെമ്പർ ചെയ്യുന്നത്. അതിന് ശേഷമേ എടുത്ത് വായിച്ചിട്ട് വീണ്ടും തട്ടലുണ്ടെങ്കിൽ അവരെടുത്തിട്ട് അടിച്ചിട്ട് വീണ്ടും തട്ടൽ മാറ്റി റെഡിയാക്കി അത് ഇത് വായിക്കാൻ പഠിക്കണം ആദ്യം. എങ്കിലേ ഇതുണ്ടാക്കാൻ പറ്റും. അതായത് ഈ ഉപകരണത്തിൻ്റെ പ്രത്യേകത. സാർ, ഈ ക്ലാസിക്കൽ സംഗീതങ്ങളിലും അതോടൊപ്പം തന്നെ ഈ കർണാട്ടിക് സംഗീതങ്ങളിലും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പോൾ പിന്നെ മോഡേൺ ടെക്നോളജിയിലുള്ള മ്യൂസിക്കുകളിലും ഇതിപ്പോൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഉപയോഗിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ തന്നെ അല്ല, ഇത് എവിടുന്നാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇതെവിടെ ഉണ്ടായി എന്നുള്ളത്. കാരണം ഇറ്റലിയിൽ ചെന്നപ്പോൾ ഇറ്റലിയിലുണ്ട്, ഇവിടെ ജപ്പാനിൽ ചെന്നപ്പോൾ ജപ്പാനിലുണ്ട്. ഏത് രാജ്യത്ത് ചെന്നാലും ഇതുണ്ട്. ഓരോ പേരില്ല അറിയപ്പെടുന്നു. മുഖവീണ എന്ന് നമ്മുടെ ഇവിടെ പറയും, മുഖർശങ്കെന്ന്. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ മുഖർശങ്കാവും. ഈ പറഞ്ഞതിൽ ഇറ്റലിയിൽ ചെന്നപ്പോൾ ഒരാൾ ഇതുപോലെ വലിയൊരു ഉപകരണമായിട്ട് വന്നു. അത് ഒരു അരക്കട്ടയിൽ കിടക്കുക, ബ്ലാ ബ്ലാ എന്നുള്ള ശബ്ദമാണ്. ഭയങ്കര വലിയൊരു മുഖർശങ്കം. പിന്നെ അങ്ങേർക്ക് ഞാൻ കുറേ മുഖർശങ്കം കൊടുത്ത് ഞാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചു ഇതായിട്ട്. അപ്പം ആന്ധ്രയിൽ നിന്നൊരു ലാടവൈദ്യനെ എൻ്റെ സ്കൂളിൽ വന്ന് ഓഫീസിൽ വന്ന് ഇത് ഹെഡ്മാഷ ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ശബ്ദം കേൾക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചത് എവിടുന്നാണ്. അപ്പോൾ പിയുണ്ണെ വിട്ട് ഹെഡ്മാഷ എന്നെ വിളിപ്പിച്ചു. വന്നപ്പോൾ ഈ ലാടവൈദ്യൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സാർ അദ്ദേഹം ഒറ്റമൂലി വൈദ്യന്മാരാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ പശുക്കളെയൊക്കെ മേയ്ക്കാൻ വിട്ടാൽ ഒരിടത്തിരുന്നാൽ മതി, ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ ഇതുങ്ങളെല്ലാം സന്ധ്യയാകുമ്പോൾ ഇങ്ങ് വരുമെന്നാണ് ഈ ശബ്ദം കേട്ടിട്ട്. ഇത് വരാൻ വേണ്ടിയിട്ടുള്ള അവരുപയോഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പഴയ ആദിവാസികൾ പോലും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അവരന്ന് അവരുടെ കയ്യിൽ വേറൊരു മുള കൊണ്ടുള്ള ഒരു മുഖർശം കൊണ്ടായിരുന്നു. മുളയിൽ ഈറയിൽ തീർത്ത അത് ഒരു ഒറ്റ കഷ്ണമാണ്. അതിനകത്തൂടെ ഒരു വില്ല് പോലെ ഒരു മുള കഷ്ണം അതിങ്ങനെ ചൂടാക്കി വളച്ചൊക്കെ വെച്ചിരിക്കുക. അതിൽ വായിച്ചാലും ചെറിയ നാദം കിട്ടും.
അപ്പോൾ ഇരുമ്പ് കൊണ്ട് തന്നെയല്ല, ഇത് മുളയിലും പിച്ചളയിലും ഒക്കെ ഉണ്ടാക്കി വായിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നാദം കിട്ടുന്നത്, ശുദ്ധമായിട്ട് കിട്ടുന്ന ഈ ഉരുക്കിലാണ് കേട്ടോ. അദ്ദേഹം വായിച്ചു. ഞാൻ പറഞ്ഞു ഇത് അവിടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹെഡ് മാഷ് പറഞ്ഞു ഇതുപോലെ ഞങ്ങളുടെ ഒരു മാഷുണ്ട് ഇത് വായിക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് അയാളുടെ കയ്യിൽ നിന്ന് എടുത്ത് 2-3 ഞാൻ നന്നായിട്ട് വായിച്ചു. അയാൾ അന്തം വിട്ടുപോയി. കാരണം സാറേ ഇത് ഇവിടെ ഇല്ലെന്ന് ഞങ്ങൾ ധരിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പല നാടുകളിലും ഉണ്ട്, പണ്ടേ ഉണ്ട്. അപ്പോൾ അതാ പറഞ്ഞ് ഇപ്പോൾ യൂറോപ്പിൽ ചെന്നപ്പോഴും ജപ്പാനിൽ ചെന്നപ്പോഴും എല്ലാം ഇത് എല്ലായിടും ഉണ്ട്. അപ്പോൾ ഓരോ പേരിൽ അറിയപ്പെടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉറവിടം ഇന്ത്യയോ അല്ലെ ഇവിടെ ഒന്നും അല്ല, ഓരോ പേരിൽ എല്ലായിടവും അറിയപ്പെടുന്നുണ്ട്. ഒരു 30ഓളം വർഷം MG രാധാകൃഷ്ണൻ സാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാനും കച്ചേരിയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രാവീണ്യം നമുക്കറിയാം. അദ്ദേഹത്തിനെ കുറിച്ച് എങ്ങനെയാണ് സാറിൻ്റെ ഒരു ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട കാണപ്പെട്ട ഒരു നല്ല വ്യക്തി? ഇത്രയും നമുക്ക് എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയില്ല. അപ്പം സ്റ്റേജിലിരുന്നാൽ എന്നോട് പറയും എന്നിട്ട് ആശാന ഇന്ന് വായിക്കുന്നത് എന്ന് വിചാരിച്ച് കയ്യടി വാങ്ങിച്ചോണം. നിർബന്ധമായിട്ട് കയ്യടി വാങ്ങിച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ കൂടെ പോയാൽ എവിടെ ചെന്നാലും ഞാൻ കയ്യടി വാങ്ങിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിഞ്ഞ് ചീത്ത വിളിച്ചോളയും. ആ അവസ്ഥയിലാണ്. നീ ഇന്നായിരുന്നൊന്നും നോക്കണ്ട, നിൻ്റെ ആശാനാണെന്നോ. അന്ന് വേൽക്കുട്ടി സാറൊക്കെ ഞങ്ങളുടെ ഗുരുനാഥന്മാരാണ്. ആരാന്ന് പറഞ്ഞാൽ സാറിൻ്റെ കൂടെ പോയാൽ വായിച്ചോണം. അത് പാട്ട് തുടങ്ങിയാൽ ഉടനെ ഞാൻ മോർസം കൊണ്ട് തുടങ്ങണം. വേറെ ആർക്കും കച്ചേരിക്ക് പല്ലവി കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങിയാൽ മതി. അതുവരെ മൃദംഗക്കാരൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. പല്ലവി കഴിഞ്ഞേ തുടങ്ങാവൂ, നിർബന്ധം. വേലുക്കുട്ടി സാറിന് പോലും. പക്ഷേ വേലുക്കുട്ടി സാർ പോലും MG രാധാകൃഷ്ണൻ്റെ കൂടെ വരുമ്പോഴേ തുടങ്ങിയാൽ സാറ് പാതറന്നിങ്ങാൽ ഉടനെ ഞാൻ തകതമി വായിച്ചു അങ്ങ് തുടങ്ങിക്കോണം. സാറിന് ഈ നാദം കേട്ടുകൊണ്ടേയിരിക്കണം. അതൊരു പ്രത്യേകതയാണ് എവിടെ ചെന്നാലും. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്നിപ്പം രാധാകൃഷ്ണൻ വേലുക്കുട്ടി നായരാണെങ്കിൽ നാളെ കൃഷ്ണൻകുട്ടി നായരാ, മറ്റന്നാൾ രാജു, അങ്ങനെ പലരും മാറി വരും. പക്ഷേ നീ എൻ്റെ കൂടെ ജീവിതകാലം മൊത്തം ഞാൻ ലാസ്റ്റ് വരെയും സാറിൻ്റെ കൂടെ പോകുമ്പോഴും എനിക്ക് ഏതെങ്കിലും കച്ചേരി വേറെ വന്നാൽ ഞാൻ ഏറ്റാൽ പോലും അതിന് പോകത്തില്ല. ചേട്ടന് കച്ചേരി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞേ പോകും. ലോഡ്ജിൽ നിൽക്കുമ്പോഴാണ് കൈതപ്പുറവും പാർട്ടിയും എല്ലാം കൂടെ വന്ന് അവിടെ കച്ചേരിക്കായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ കൈതപ്പുറത്തിൻ്റെയും കൂടെ ഞാൻ വായിക്കുക. അന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ വായിച്ചാൽ വെറും 300 രൂപയാണ് തരുന്നത്. കൈതപ്പുറത്തിൻ്റെ കൂടെ പോയി വായിച്ചാൽ 750 രൂപ തരും. അത്രയും കാശുണ്ട് കൈതപ്പുറത്തിന്. അപ്പോൾ കൈതപ്പുറം എന്നോട് പറഞ്ഞു രാജശേഖര ഇന്ന് നീ എൻ്റെ കൂടെ പാടാ, ഇന്ന് വേറെ ആരും ഇല്ലടാ, നീ എൻ്റെ കൂടെ വരണം. ഞാൻ പറഞ്ഞു ചേട്ടനോട് പറയും, ചേട്ടൻ പറഞ്ഞാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കൈതപ്പുറം തന്നെ രാധാകൃഷ്ണൻ ചേട്ടനോട് ചോദിച്ചു സാറേ ഇന്ന് രാജശേഖരനെ എൻ്റെ കൂടെ വിടുമോ? അപ്പോൾ സാറ് പറഞ്ഞു എന്താണെന്നറിയോ, ഈ നിൽക്കുന്നതിൽ വേലുക്കുട്ടി നായർ മൃദംഗക്കാരൻ നിൽപ്പുണ്ട്, തൃശ്ശൂരായി വയലിനിസ്റ്റുണ്ട്, തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഘടമുണ്ട്, ചേർത്തല ഗംഗാരംപിള്ള ഗഞ്ചറയുണ്ട്. ഈ 4 പേരിൽ ആരെ വേണേലും നീ വിളിച്ചുകൊണ്ട് പോകും, പക്ഷേ അവനെ ഞാൻ തരത്തില്ല. ആ മറുപടി അതാ. പക്ഷേ ഞാനും അതുപോലെ ഇപ്പം 750 രൂപയല്ല അന്നത്തെ വലിപ്പം. വലിയൊരു ആത്മബന്ധം ചേട്ടനുമായിട്ടുള്ള അത്രയ്ക്കും ഒരു ആത്മബന്ധമുണ്ട്. ആ ചേട്ടൻ രൂപ തരുന്നതൊന്നും അല്ല, നമുക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ്, നമ്മളാണ് അതിലെ എല്ലാം. അതാണ് എൻ്റെ പ്രത്യേകത. ഭക്ഷണം ഏർപ്പാട് ചെയ്യുന്നതും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആ ഫുഡ് മാനേജർ എന്നാണ് എന്നെ പറയുന്നത് തന്നെ. ഫുഡിൻ്റെ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നതും ചേട്ടനെ കൈകാര്യം ചെയ്യുന്നതും, ചേട്ടൻ ചിലവരൊക്കെ കിട്ടിയാൽ വിളിച്ചുകൊണ്ട് പോയി ഇതൊക്കെ മദ്യസേവയൊക്കെ നടത്തി കളയും. അത് ഞാനിങ്ങനെ ഉണ്ട് കൂടെ നടക്കുക, അതൊന്നും ചെയ്യാതിരിക്കാൻ. സിനിമാ ഗാനങ്ങളിൽ വായിക്കാൻ കിട്ടിയിട്ടുണ്ട് കുറേ. ചേട്ടൻ ഇത് ചെയ്ത് സംഗീതം ചെയ്തതിനകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു, വായിക്കാനായിട്ടും വിളിച്ചുകൊണ്ട് പോകും. മറക്കാത്ത അനുഭവം എന്ന് വെച്ചാൽ കച്ചേരിക്ക് പോകുമ്പോൾ തന്നെ അല്ല, അപ്പം അദ്ദേഹം അസുഖമായിട്ട് കിടക്കുക. മറക്കാത്ത അനുഭവങ്ങൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ പലയിടത്തും വെച്ച് ഞാൻ പലരുമായിട്ട് ഗുസ്തി കൂടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി എല്ലാവരും സൽക്കരിക്കാൻ നോക്കും, അവിടെ വെച്ചെല്ലാം ഞാൻ ഗുസ്തി കൂടും. അപ്പോൾ ചേച്ചി എനിക്ക് പൂർണ്ണ അധികാരം തന്നിട്ടുണ്ട്, നീ പറഞ്ഞേ കേൾക്കൂ ചേട്ടൻ. ആ രൂപത്തിലാണ് നമ്മൾ നോക്കിയിരുന്നത്, അത്ര കാര്യമായിരുന്നു. അപ്പോൾ ചേട്ടനിങ്ങനെ ഭയങ്കര അസുഖമായിട്ട് കിടക്കുന്നപ്പം ഞാനിവിടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ പഴവർഗ്ഗമൊക്കെ 2 കയ്യിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. എന്തോടാ ഇതെല്ലാം കൂടെ ഒത്തിരി പഴവർഗ്ഗം എല്ലാം കൂടെ. ഞാൻ പറഞ്ഞു ചേട്ടന് എന്തോ എന്നെ ഇട്ട് മൂടാനാന്നോ? ഞാൻ പറഞ്ഞു ഇതുകൊണ്ടാണോ മൂടുന്നത്, ഇതങ്ങോട്ട് കഴിക്കാതെ ചേട്ടാ എന്ന് പറഞ്ഞാൽ അവിടെ. അപ്പോൾ എന്നോട് പറഞ്ഞിടാ എനിക്ക് ഇത് ഉറങ്ങിയിട്ടേ ഇല്ല, ഒത്തിരി ദിവസങ്ങളായി ഉറങ്ങിയിട്ട്, നീ എന്നെ ഒന്ന് മസാജ് ചെയ്യേ, എനിക്ക് സുഖം കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് കയ്യിലൊക്കെ ഇങ്ങനെ ഫുള്ള് മസാജൊക്കെ ചെയ്യിച്ച് തലയിലൊക്കെ ഇങ്ങനെ. എന്നിട്ട് പറഞ്ഞിടാ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, നീ ഇത് ചെയ്തപ്പോൾ ഭയങ്കര സുഖമുണ്ട്. ഞാൻ പറഞ്ഞ സൂചിപ്പിക്കല്ലേ എന്നൊക്കെ ഞാൻ തിരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു, ഇല്ല മസാജ് ചെയ്ത വഴിക്ക് ഒറ്റ അലർക്കമായിരുന്നു. വിളിച്ചു പോകാറ് ചേച്ചി അപ്പോഴത്തേക്ക് ഓടിക്കൊണ്ട് വന്നു, എന്തോടാ നീ കൊന്നോന്നും പറഞ്ഞു ചോദിച്ചുകൊണ്ട്. അപ്പം അത്രയ്ക്ക് ഇറന്ന് വീഴും, ആ പരുവത്തിലായിരിക്കും, പാടില്ല. അത് ഞാൻ അതുപോലെ വെച്ചിട്ട് പിന്നെ ഇതുപോലെ മസാജ് ചെയ്തു. എന്നിട്ട് പറഞ്ഞ് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ നീ എന്നെ വിളിക്കാതെ നീ അങ്ങ് പോയേക്കണം. ലാസ്റ്റിൽ ഞാൻ അങ്ങനെ കാണുന്നത്, പിന്നെ മരിച്ചപ്പോഴാണ് പോയി.
എനിക്ക് ഇന്നും മനസ്സിൽ ഒരു തട്ടി നിൽക്കുന്ന ഒരു അനുഭവം അത്. ചേട്ടൻ്റെ കൂടെ ഇത്രയും വർഷം നിന്നിട്ട് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായത്. കാരണം അങ്ങനെ ഞാൻ അപ്പോൾ പറഞ്ഞു, ചേച്ചി തന്നെ പറഞ്ഞു, എടാ ഒത്തിരി ദിവസമായി ഉറങ്ങിയിട്ട് നീ ഇത് വന്ന് മനസ്സിന് ഭയങ്കര സന്തോഷമായി കേട്ടോ, നീ ഇത് വന്ന് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ കിടന്ന് ഉറങ്ങുക. ഞാൻ പോരുമ്പോൾ ഉറങ്ങി കിടക്കുക. 17-ാമത്തെ ദിവസം മരിക്കുകയായിരുന്നു ചേട്ടൻ എന്ന് വെച്ചാൽ. എന്താ കാരണം ആൾക്കാർ എന്തും കൊടുക്കാനെങ്കിൽ നിൽക്കുകയല്ലോ. അത്ര ചേട്ടൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പാട്ടെന്ന് വെച്ചാൽ അതൊരു പ്രത്യേകത. അദ്ദേഹത്തെ കാണുന്നതന്നെ എന്തൊരു ഐശ്വര്യമാരെന്നറിയോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടെയും പാട്ടുണ്ടായിട്ടില്ല, പാട്ട് കച്ചേരിക്ക് അത്രയ്ക്ക്. അതാണ് മോഹൻലാൽ അഭിനയിച്ച ഭാരതം എന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ കച്ചേരി ഗാനങ്ങളാണ് ഉള്ളത്. അതിൽ ആ പാട്ടിൽ സാറിന് വായിക്കാൻ അവസരം കിട്ടിയതാണ് എൻ്റെ അറിവ്. അതെ, ഞാൻ ഏകദേശം 1.5 മാസത്തോളം അവരുടെ കൂടെ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു, മദ്രാസിലും ഷൊർണൂരും ഒക്കെ ആയിട്ട്. അത് അദ്ദേഹം തന്നെ. അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ സിനിമ ഇടയ്ക്കൊന്ന് നിർത്തി വെച്ചപ്പോഴേ ഷോട്ട് ഓരോ ഷോട്ട് പറയുമ്പോഴാണ്. അപ്പോൾ ഞാനൊന്ന് എഴുന്നേറ്റ് പോയി തുപ്പാനായിട്ട് എഴുന്നേറ്റ് പോയി ഒന്ന് ചുമച്ചിട്ട്. അപ്പോൾ എന്നോട് അസിസ്റ്റ് ചെയ്യുന്ന ഒരാൾ തന്നെ പറഞ്ഞു, ഈ ക്ലാപ്പടിക്കുന്നവനാണ് പറഞ്ഞ് അങ്ങനെ എണ്ണീറ്റ് പോകാൻ പാടില്ല, ഇടയ്ക്ക് എണ്ണീക്കരുതെന്ന് പറഞ്ഞു. എന്നോട് മോഹൻലാൽ ചോദിച്ചു, എന്താ അവൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്നതാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വിളിച്ചിരിക്കുന്ന ഗസ്റ്റ് ആർട്ടിസ്റ്റുകളാണ് അവർ രണ്ടുപേരും, അവരുടെ സൗകര്യം അനുസരിച്ച് ഇവിടെ ഷൂട്ട് ചെയ്താൽ മതി എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ആ രൂപത്തിൽ നമുക്ക് ഇപ്പോൾ സിനിമ ഷൂട്ടിങ് സമയത്ത് തന്നെ ഭക്ഷണം നമുക്ക് കിട്ടിയോ എന്ന് തിരക്കിയിട്ടേ മോഹൻലാൽ കഴിക്കും. അതേപോലെ തന്നെ ആയിരുന്നു ശ്രീരാഗത്തിൽ കാഞ്ഞങ്ങാട് രാമേന്ദ്രനായിരുന്നു അതിനകത്ത് പാടിയിരിക്കുന്ന കുറേ. അതിലും ആ സിനിമയിലും നെടുമുടി വേണുമൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. അതിലും ഇതുപോലെ തന്നെ ആയിരുന്നു. ശ്രീരാഗം ആദ്യം പോയി സ്വാതിരുന്നാൾ പോയി, അതിലും ഇത് ലെനിൻ രാജേന്ദ്രൻ്റെ ആയിരുന്നു. എൻ്റെ ഈ മീശയൊക്കെ പഠിച്ച് ഇവിടെയൊക്കെ കുടുംബയൊക്കെ വെച്ച് ഞാൻ സ്കൂളിൽ ചെന്നിട്ട് പോലും എന്നെ ആരും അറിഞ്ഞില്ല. നെടുമുടി വേണു സാറിൻ്റെ മിക്ക സിനിമകളിലും ഏറ്റവും കൂടുതൽ ഈ മൃദംഗമാണ്. അദ്ദേഹം മൃദംഗക്കാരനാണ്. എം ജി രാജേന്ദ്രൻ സാറിൻ്റെ കൂടെ കടമൊക്കെ വായിച്ചിട്ടുണ്ട്. മൃദംഗം കടമൊക്കെ നന്നായിട്ട് വായിക്കും കേട്ടോ. അത് ഇരുന്നവരെല്ലാം നല്ല ഇതാണ്. ഒടുവിലുണ്ണി കൃഷ്ണൻ തബല വായിക്കും, ഗംഭീരമായിട്ട് തബല വായിക്കും. ബോബി കൊട്ടാരക്കര വായിക്കും, കുഞ്ചൻ വായിക്കും. നന്നായിട്ട് ഇവരൊക്കെ ഹിന്ദി പാട്ട് പാടും എല്ലാവരും. അത് കഴിഞ്ഞ് ഷൂട്ടിങ് കഴിഞ്ഞാൽ വൈകുന്നേരം കലാപരിപാടികളാണ് ഇതിനകത്ത് റൂമിൽ വന്നു കഴിഞ്ഞാൽ. സാറെ, പ്രശസ്തരായിട്ടുള്ള ഒട്ടനവധി ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കച്ചേരി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കച്ചേരിയിൽ സുന്ദരാമ്മളുമായി വായിച്ചിട്ടുണ്ട്. ഒരു അനുഭവം. അതെ, അത് അവിടെ ചെന്ന് തമിഴ്നാട്ടിൽ വെച്ച നാഗർകോവിൽ വെച്ചാൽ. അപ്പം ഞാൻ ചോദിച്ചു, സാറേ ഇത് ഏതാ ഈ വല്യമ്മ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാ പറഞ്ഞു, നീ കേട്ടിട്ടില്ലേ KP സുന്ദരാമ്മളായി നിൻ്റെ കൂടെ നമ്മളിന്ന് വായിക്കുന്നത്, അവരാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കച്ചേരി വായിച്ചു. അന്ന് ഇന്നതൊന്നൊന്നുമില്ല, പ്രത്യേകത ഒന്നുമില്ല. ആരും നമുക്ക് അന്ന് വലിയ ആളോ ചെറിയ ആളോ ഒന്നൊന്നുമില്ല. വിഷം അവർ വിളിക്കുന്നു, ഞാൻ അവരുടെ കൂടെ പോകുന്നു, വായിക്കുന്നു. ആ ഒരു ചിന്താഗതിയുള്ളൂ. ഇന്നാണ് അവരുടെയൊക്കെ വലിപ്പം മനസ്സിലാക്കുന്നത്. കേരളത്തിന് പുറത്തും ഒക്കെ ആയിട്ട് ഒട്ടനവധി പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ സാറ് കച്ചേരിക്ക് വായിച്ചിട്ടുണ്ട്. ഗാനഗന്ധർവൻ ദാസേട്ടനൊപ്പം വായിച്ചിട്ടുണ്ട്. ദാസേട്ടൻ്റെയും കൂടെ ഞാൻ ഈ ഷഷ്ടിപൂർത്തി മുതൽ എല്ലാ കച്ചേരിക്കും ദാസേട്ടൻ മൂകാംബിക വരും. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ലാസ്റ്റ് കച്ചേരി വരും കുറച്ചായിട്ട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അല്ലാതെ കച്ചേരിക്ക് വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ സ്ഥിരമായിട്ട് അതിനൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇങ്ങനെ എത്രയോ വർഷം, ഇപ്പോൾ വേണ്ട 85 വർഷമായിരുന്നു ഞങ്ങൾ ഈ വർഷം പോയിരുന്നത്. ദാസേട്ടനൊപ്പം വായിച്ചു. അതിനുശേഷം ദക്ഷിണാമൂർത്തി സാറായിട്ട് വായിച്ചു. ദാസേട്ടൻ്റെ മകനൊപ്പവും വായിച്ചു. എന്തായിരുന്നു വലിയൊരു അനുഭവം? ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സാർ അനുഭവം എന്ന് വെച്ചാൽ ദക്ഷിണാമൂർത്തി സ്വാമിക്ക് ആ പ്രത്യേകതയുള്ളത്, അദ്ദേഹം താളം കാണിക്കുകയില്ല. താളം കാണിക്കാതെ അദ്ദേഹത്തിൻ്റെ വായി നോക്കിയിരുന്നു ഇങ്ങനെ വായിക്കണം. അദ്ദേഹം ഇങ്ങനെ ഒക്കെ കാണിക്കും. താപ്പൂട്ടും ഈ രൂപത്തിലാണ് താളം ഇടുന്നത്. മറ്റേ ബാക്കി എല്ലാവരും കൈത്താളം അടിച്ച് നമുക്ക് സുഖമായിട്ട് വായിക്കും. പക്ഷേ എന്താണ് നോക്കിയിരിക്കുന്നത്? സ്വാമി ഒരിക്കൽ ഞാൻ തന്നെ പറഞ്ഞു, സ്വാമി താളം ഇത്രയൊക്കെ ഉള്ളൂ, നീ വായിച്ചാൽ ഉണ്ടാ മതി എന്ന് പറയും. ആ രൂപത്തിൽ അങ്ങ് പറയും. സ്വാമിയെ കൊണ്ട് സ്വാമി 86 വയസ്സുണ്ട് അന്ന് ദുബായി വരുമ്പം. ഞാൻ പറഞ്ഞു, സ്വാമി ഞാൻ ലിഫ്റ്റേ വരുക, സ്വാമിയെ ലിഫ്റ്റേ കയറിക്കാം. നീ ലിഫ്റ്റേ പോടാ, എന്നെ ആരും പിടിക്കുകയൊന്നും വേണ്ട, ഞാൻ 4 നില വരെയൊക്കെ നടന്നാൻ കയറും സ്വാമി. നീ എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അമ്മയെ വേണമെങ്കിൽ ഒന്ന് പിടിച്ചോ. അമ്മയും കൂടെ ഉണ്ടായിരുന്നു, വൈഫേ അദ്ദേഹത്തിൻ്റെ. അവരെ പിടിച്ചുകൊണ്ട് ഞാൻ പോയി. അദ്ദേഹം കൂളായിട്ട് നടന്നു പോകും എവിടെ. എൻ്റെ ഗുരുനാഥൻ മുഖർശങ്കലെ ഗുരുനാഥൻ മധുരൈ CP വെങ്കടാചലയ്യരാണ്. അപ്പോൾ ഞാനിങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ ധാരാളം പ്രോഗ്രാമിന് വർഷങ്ങളോളം വായിച്ചു. പക്ഷെ അതേപോലെ തന്നെയാണ് കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ മാഷ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇതുപോലെ ഞാൻ ഇന്ത്യ മൊത്തം, കൽക്കട്ടയിലായാലും ബോംബെയിലായാലും ഹൈദരാബാദിലായാലും പൂനെയിലായാലും ഇന്ത്യ മൊത്തം രാമേന്ദ്രൻ മാഷയുടെ കൂടാണ്. ഇന്ത്യയിലും
വിദേശത്ത് ഗൾഫ് മേഖലകളിലും പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരുന്നത്. അത് ഇതുപോലെയാണ് 10-25 വർഷക്കാലം കണ്ടിന്യൂസ് ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഈ കച്ചേരിയിലെ പക്കമേളത്തിൽ ശരിക്കും പല താളങ്ങളിൽ ഇത് വായിക്കാറുണ്ട്. ആദിതാളം, രൂപകം അടക്കമുള്ള താളങ്ങളിൽ വായിക്കാറുണ്ട്. ശരിക്കും സാറിന് സന്തോഷകരമായിട്ടുള്ള താളങ്ങൾ ഏതാണ്? അത് ആദ്യതാളമാണ് ഏറ്റവും വായിക്കാൻ ഏറ്റവും സുഖം. അപ്പം രൂപതാളം വരുമ്പോഴും ചതുരശ്രമാണ് വരുന്നത്. പക്ഷേ അതേ തന്നെ ഈ ആദ്യതാളത്തിൽ തന്നെ കണ്ട നട വായിക്കാം, തിശ്ര നട വായിക്കാം കേട്ടോ, മിശ്ര നട വായിക്കാം. അങ്ങനെ ഓരോന്നും ആവർത്തനത്തിലും ഇതെല്ലാം ഈ ആദ്യതാളത്തിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ കണ്ട നടയുണ്ട്, തക തകട്ട തക തകട്ട തക തകട്ട ദിന്താം തക തക്കിട്ട തക കണ്ടം വായിക്കാം, തക്കിട്ട 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 തിശ്രമാണ്. ഇത് തന്നെ ഈ നടകളെല്ലാം ആദ്യകാലത്തിൽ തന്നെ ഇങ്ങനെ പോകും. ഇപ്പം ആവർത്തനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യം ചതുരശ്രം വായിക്കുന്നു, അതിലൊരു ഗൗരവം വായിക്കും, പിന്നെ തിശ്രം നട വായിക്കുന്നു, ദീങ്ക് തക്കട്ട 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 ദീങ്ക് തക്കട്ട 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 ദീങ്ക് തക്കട്ട ദീങ്ക് തക്കട്ട ദീങ്ക് തക്കട്ട തക്കട്ട തക്കട്ട. ഇത് വായിച്ചിട്ട് അതിലൊരു ഗൗരവം വായിക്കും. പിന്നെ തക തക്കട്ട ഖണ്ഡം വായിക്കും, തക തക്കട്ട തക തക്കട്ട തക തക്കട്ട തക തക്കട്ട ദിൻ തക്കട്ട തക തക്കട്ട ഇങ്ങനെ പോയിട്ട് അതിലൊരു ഗൗരവം വായിക്കും. മിശ്രം തദ്ദിന്തതിൻ തകതിന്തതിൻ തദ്ദിന്തതിൻ തകതിന്തതിൻ തത്തിക്കിടോ 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 ഇത് വായിച്ചിട്ട് ഇതിൽ ഒരു ഗൗരവം വായിക്കും. ഇങ്ങനെ എല്ലാ ഇതിലും നമ്മൾ ഇത് വായിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ താളങ്ങൾ നോക്കിയാൽ ആദ്യ താളത്തിലാണ് ഇതെല്ലാം വായിക്കാൻ സുഖം. ഇപ്പം ഈ മരുതമലയും മാമുണിയും മുരുകയ്യാന്നൊക്കെ പറയുന്ന പാട്ടിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് അത് വെറും ഏകതാളം ഇല്ലയോ? അത് തന്നെ. രണ്ടാമത് ഈ തിശ്രത്തിലേക്ക് വരും. പിന്നെ കണ്ടം തക തകിട്ട തക തകട്ട. ഇതിലെല്ലാം വായിച്ചിട്ട് ഓരോ ആദ്യം ചതുരശ്രം വായിച്ചു, പിന്നെ തിശ്രം വായിച്ചു, പിന്നെ കണ്ടം വായിച്ചു, പിന്നെ മിശ്രം. തത്തിക്കിടകു 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 തത്തിക്കിടോ ഇതിലെല്ലാം ഓരോകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഈ ആവർത്തനത്തിൽ വായിക്കുന്ന ഇതിൻ്റെ പ്രത്യേകത. എല്ലാം നമുക്ക് തുല്യമാണ്, എല്ലാം പഠിച്ചിരിക്കണം. ഇപ്പം നമ്മളിപ്പോൾ ഒരു കച്ചേരിക്കാരൻ്റെ കൂടെ ചെന്നാൽ അദ്ദേഹം ആരാന്ന് പോലും അറിയത്തില്ല, ചെല്ലുമ്പോഴായിരിക്കും പാട്ടുകാരനെ പരിചയപ്പെടുന്നത്. അവരുടെ കൂടെയും നമ്മൾ വായിക്കുമല്ലേ, അവരെ ഏത് കാലത്തിനും വിടുന്നോ നമ്മളത് വായിച്ചിരിക്കണം. കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെയും സാറ് വായിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്തും സാറ് വായിച്ചു. ഞാൻ ഒരു എന്നെ മദ്രാസിലേക്ക് വിളിച്ചിട്ട് അന്ന് ഞാൻ ഫ്ലൂട്ട് ശശാങ്കിൻ്റെ കൂടെ കച്ചേരിക്ക് വായിച്ചുകൊണ്ടിരിക്കുക മദ്രാസിൽ. അപ്പോൾ അദ്ദേഹം തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ജപ്പാനിൽ നിന്ന് ഇൻ്റർവ്യൂവിന് ആൾക്കാർ വരുന്നുണ്ട്, ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു. അവിടുന്ന് ഇതുപോലെ ജപ്പാനിൽ പോയി കേട്ടോ. ആദ്യമായിട്ട് പോകുന്നത് ഞാൻ ജപ്പാനിലാണ്. അതിനുശേഷം ഇവിടെ വന്നിട്ടതിന് ശേഷം അമേരിക്കയിലേക്ക് പോകാനായിട്ട് ഇതുപോലെ ശശാങ്കൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ അമേരിക്കൻ എംബസിക്കകത്തുനിന്ന് അങ്ങനെയൊന്നും എല്ലാവരെയും ഒന്നും വിടത്തില്ല, പോയവരെയൊക്കെ കുഴപ്പമില്ല, ബാക്കി എല്ലാവരെയും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എപ്പോൾ പോയാലും ഇൻ്റർവ്യൂവിന് പോകണം, എംബസിയിൽ പോകണം. അപ്പം ഞാൻ ആദ്യം എന്നെ മുന്നിൽ നിർത്തിയിട്ട് അവരന്ന് പിന്നെ എന്നോട് ചോദിച്ചു, ആരാന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചു. ഞാൻ മ്യൂസിഷ്യനാണ്, അമേരിക്ക. അവരെ എന്തൊക്കെയോ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതെടുത്ത് വെച്ച് അവർ പറയാതെ തന്നെ ഇതിങ്ങോട്ട് എടുത്തു. ഇതുപോലെ അങ്ങോട്ട് വായന തുടങ്ങി. ചതുരശ്രവും തിശ്രവും മിശ്രവും ഒക്കെ അങ്ങോട്ട് വായിച്ചു. കുറേ വേലകളൊക്കെ ഞാൻ കാണിച്ചത്. അപ്പോഴത്തേക്ക് അവിടെ 5 കൗണ്ടറുണ്ട്. 5 കൗണ്ടറും നിശ്ചലമായിട്ട് അവരെല്ലാം ഇങ്ങ് വന്നു. എൻ്റെത് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കുന്ന പോലെ ഫുള്ളെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് കുറേ എന്നെ കൊണ്ട് അങ്ങ് വായിപ്പിച്ചിട്ട് പിന്നെ അവരൊന്നും ചോദിച്ചില്ല. ക്ലിൻറ്റനെ കണ്ടിട്ട് വന്നും പറഞ്ഞ് അന്നേരം വിസ അടിച്ച് കയ്യിൽ തരിക. ബാക്കി ഞങ്ങളുടെ ഗ്രൂപ്പിന് മൊത്തം. പിന്നെ അമേരിക്കയിൽ തന്നെ എന്നിട്ട് 23 സ്റ്റേറ്റുകളിലായിരുന്നു ഞാൻ അവിടെ നിന്ന് പോയത്. അമേരിക്കയിൽ പോയ വഴിക്ക് തന്നെ ലണ്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി ഇങ്ങനെ 6 മാസം ഇങ്ങനെ ടൂർ തന്നെ എല്ലാ രാജ്യങ്ങളിലും. അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ 23 സ്റ്റേറ്റിൽ അമേരിക്കയിൽ തന്നെ പോയിട്ടുണ്ട് എല്ലായിടും. എങ്ങനെയാണ് ഈ മുഖർശംഖ് എന്ന് പറയുന്ന വാദ്യോപകരണം സാറ് ആ ഒരു ഇൻസ്ട്രുമെൻസിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ഒരു 5 വർഷത്തോളം മൃദംഗം പഠിച്ചിരുന്നു.
മൃദംഗം പഠിച്ചിട്ട് സംഗീത കോളേജിൽ മൃദംഗം പഠിക്കാനായിട്ട് പോയതാണ്. പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന ചാലക്കുടി സാറും മാവേലിക്കര വേലുക്കുടി സാറാണ് മൃദംഗത്തിൻ്റെ പ്രൊഫസർ. അദ്ദേഹം പറഞ്ഞതുപോലെ മൃദംഗമൊന്നും പഠിച്ചാൽ ജോലി കിട്ടത്തില്ല, നീ വോക്കൽ കയറിയിരുന്ന് പഠിക്കും. വോക്കൽ പഠിച്ചാൽ ജോലിയാണ്, ഗാനഭൂഷണം കഴിഞ്ഞാൽ ജോലിയാണ്. അതെ. അപ്പം അങ്ങനെ അതിനായിട്ട് ചെന്നു വോക്കലെടുത്തു. ആ മാസം തന്നെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന റൂമിൽ അപ്പം അദ്ദേഹം കാടനാട് VK ഗോപി എന്ന് പറയുന്ന സംഗീത കോളേജിൽ നിന്ന് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തിരിക്കുക. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാ കേരളം ഒട്ടാകെ. അദ്ദേഹം ആണ് ആദ്യമായിട്ടൊരു മോർശം എടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് പറഞ്ഞു, എടാ ഇതിങ്ങനെ വായിക്കുന്ന അതിന് നിനക്ക് പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്ന് ശബ്ദം കേൾപ്പിച്ച് തന്നു. അപ്പം ഞാനെടുത്ത് പറഞ്ഞതുപോലെ വായിച്ച് കഴിയുമ്പോൾ ഭയങ്കര ശബ്ദം. എടാ ഇത് കൊള്ളാമല്ലോ, നല്ല നാദമുണ്ടല്ലോ, വായിലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനിത് വായിൽ നിന്ന് എടുക്കാത്ത ഒരവസ്ഥയിൽ അങ്ങനെ വായിച്ചു ഒരാഴ്ച. അവിടെ തന്നെ ഉമയനെല്ലൂർ ഗോവിന്ദരാജ് എന്ന് പറയും, അദ്ദേഹം ഞങ്ങളുടെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിൻ്റെ കച്ചേരിക്ക്. അന്ന് മുതൽ ആ മാസം മുതൽ തന്നെ ഞാനിങ്ങനെ കച്ചേരിക്ക് ഇറങ്ങും അവരുടെ കൂടെ. സാർ ഒരുപാട് കളക്ഷൻ ഉണ്ട് സാറിൻ്റെ മുഖർശങ്കൻ്റെ, പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു മുഖർശങ്ക കാണുന്നു. ഇതിനെന്താ സാർ പ്രത്യേകത? ഇത് ഒരാൾ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കച്ചേരിക്ക് ഞാൻ ചെന്നിടത്ത് വെച്ച് ഇത് തന്നതാണ്. മലബാറിൽ വെച്ചാണ്. മലബാറിലാണ്. കണ്ണൂരാണെന്നോ കാസർഗോഡാണെന്നോ സംശയമുണ്ട്. അങ്ങനെ എന്നോട് പറയും, സാറേ ഞാൻ ഉണ്ടാക്കിയ മുഖർശങ്കാണ്, ഇത് വായിക്കണം സാറേ എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു നാദമുണ്ട്. നല്ല നാദമുള്ള മുഖർശങ്ക. ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ 2 ഘട്ട ശ്രുതിക്ക് ഇത് എടുത്തു വായിക്കും. അങ്ങനെ വെറൈറ്റി ആയി. സാർ പുതിയ തലമുറ ഈ മുഖർശങ്ക് പഠനത്തിനായി എത്തുന്നുണ്ട്. ഇപ്പം തന്നെ എൻ്റെ ഒരു ശിഷ്യൻ തന്നെ ഒരു ഹരികുമാറുണ്ട്, താമരക്കുടി ഹരികൃഷ്ണൻ. നന്നായിട്ട് മെയിൻ കച്ചേരികൾക്കൊക്കെ വായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആദ്യം ഇപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന ഒരാളാണ് കോട്ടയം മുരളി എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പറാങ്ക, കോട്ടയം രതീഷ്, എന്നു ഗോവിന്ദ പ്രസാദ്, ഇങ്ങനെ ആ പരമ്പര മൊത്തം വന്നത് ആ രൂപത്തിൽ കൂടെ. ഇഷ്ടംപോലെ ആൾക്കാർ അവരുടെ ശിഷ്യന്മാരായിട്ട് ഇങ്ങനെ വന്ന് കേരളം മൊത്തം. മറ്റേ ആകെ ഞാനേ ഉള്ളായിരുന്നു കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയും വായിക്കാൻ. സാർ അത് ഇങ്ങനെ ശരിക്കും കടിച്ചു പിടിച്ചാണല്ലോ ഇതിങ്ങനെ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് പല്ലിനോ വായിക്കോ തകരാറുണ്ട്. പല്ലിനെന്ന് വെച്ചാൽ 5 ഘട്ട ശ്രുതി ഞാൻ കാണിച്ചിരുന്നല്ലോ. 5 ഘട്ട ശ്രുതി 5.5 ഘട്ടമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് വായിച്ചിട്ട് ഇറങ്ങുമ്പോൾ തലയ്ക്ക് ഇങ്ങനെ ഏകദേശം ഒരു 60 മില്ലി അടിച്ചിട്ട് നിന്നാൽ അടിക്കുമ്പോൾ പെരുക്കുക തലച്ചോറിൽ ഇങ്ങനെ വൈബ്രേഷനല്ലോ അടിക്കുന്നത്. അത് ഭയങ്കരമായിട്ടുണ്ട്. അതേസമയം ബേസ് 1 ഘട്ടം 1.5 ഘട്ടമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഏകദേശം 52 വർഷം കൊണ്ട് സാറ് ഈ മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. ഏതൊക്കെ അവാർഡുകളാണ്? ഞാൻ അവാർഡിൻ്റെ ഒന്നും പോയിട്ടില്ല ഇതേവരെ. ആദ്യം മുതലേ അങ്ങനെ എൻ്റെ ഒരു സ്വഭാവം. ആരെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ പോലും അതിനോട് താല്പര്യപ്പെടാറില്ല. സംഗീത അക്കാദമി അവാർഡ്, അത് കഴിഞ്ഞ കാഞ്ചി കാമകോടി പീഠം ആസ്ഥാന വിദ്വാൻ പിന്നെ മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് ഞാൻ ശശാങ്കൻ്റെ കൂടെ അവിടെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ അങ്ങനെ പലയിടത്തു നിന്ന് തരാറുണ്ട്. അതൊക്കെ നമ്മൾ അങ്ങനൊരു ഇത് കൊടുക്കാറില്ല ഇതിനൊന്നും. ഭാരതം മുഴുവൻ സാറ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒട്ടനവധി കച്ചേരികൾ ചെയ്തു. ഭാരതത്തിന് പുറത്തും ഏകദേശം 10-30ഓളം രാജ്യങ്ങളിലും സാറ് പോയി. ഫാമിലീനെ എത്രത്തോളം സാറിനെ സപ്പോർട്ട് ചെയ്തു? ഫാമിലിക്കൊന്നും അങ്ങനൊരു പ്രശ്നമില്ല. ഞാൻ ഫാമിലിയോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, 1ാം സ്ഥാനം എനിക്ക് ഈ സംഗീത കച്ചേരിയാണ്, 2ാം സ്ഥാനമേ ഉള്ള ഭാര്യ. ആദ്യമേ പറഞ്ഞിട്ടാണ് കല്യാണം പോലും. കാരണം ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ഫാമിലി, എൻ്റെ ഭാര്യയുണ്ട്, അവർ കോഴിക്കോട് ഒരു സ്കൂളിൽ അധ്യാപികയായിരുന്നു. ഞാനും കോഴിക്കോടായിരുന്നു സ്കൂളിൽ 32 വർഷം അധ്യാപകനായിരുന്നു. എനിക്ക് ഒരു മകളാണ്. മകളെ കല്യാണം കഴിച്ചു. മകളിപ്പം ഞാനൊരു സ്കൂളിൻ്റെ മാനേജരാണ്. ഈ സ്കൂളിൽ തന്നെ മലയാളം അധ്യാപികയായിട്ട് കയറിയിട്ടുണ്ട്. അവളെ കല്യാണം കഴിച്ച ആൾ ചങ്ങനാശ്ശേരി കോടതിയിലാണിപ്പം. സുജിത്ത് എന്ന പേര്. മകൾക്ക് 2 ആൺമക്കളുമുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് സാറ് പോകട്ടെ. പ്രശസ്തരായിട്ടുള്ള ഒട്ടനവധി ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും കച്ചേരി ചെയ്യാൻ സാധിക്കട്ടെ. ഈ വലിയ തിരക്കിനിടയിൽ പോലും ഞങ്ങളുടെ ഈ ഇൻ്റർവ്യൂവിൽ സഹകരിച്ച സാറിന് ഒരുപാട് നന്ദി. വളരെ സന്തോഷം. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛാ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം.